തൻ്റെ മുൻപിൽ കുറേ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളിലൊന്നും തളരാതെ പഠിച്ച് സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നം സ്വന്തമാക്കിയ ഒരാളുണ്ട്. അത് കൊയിലാണ്ടി കീഴരൂർ സ്വദേശിയായ AK ശാരികയാണ്. വലിയ ഒരു പ്രയാസത്തെയാണ് ശാരിക നേരിട്ട്. പക്ഷേ ശാരികത ഇനി റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിലേക്ക് എത്തുകയാണ്. സെറിബ്രൽ പാൾസി അതിജീവിച്ചാണ് ഈ മിടുക്കി നമുക്കെല്ലാം അഭിമാനമായി മാറുന്നത്. RMSലേക്കുള്ള നിയമന ഉത്തരവ് പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ശാരികയ്ക്ക് കിട്ടുകയും ചെയ്തു. വലിയ സന്തോഷമാണ് ശാരികയ്ക്ക്. അപ്പോൾ നയൻതാര നമ്മളോട് പറയും ശാരികയുടെ ആ സന്തോഷത്തെക്കുറിച്ച്. നയൻതാര, ശാരിക ഒരുപാട് പേർക്ക് മാതൃകയാണ്. എനിക്ക് തോന്നുന്നു തളർന്നിരിക്കുന്ന പലരും കണ്ടുപഠിക്കേണ്ട ആളാണ്. എങ്ങനെ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കാം, അതിനെ നമ്മൾക്ക് ചുറ്റും നമ്മൾ കരുതുന്ന പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ മാറ്റി നിർത്താം, എന്നിട്ട് ആ ലക്ഷ്യം വെച്ച് എങ്ങനെ മുന്നോട്ട് പോകാം. ഇപ്പോൾ അതാ റെയിൽവേയുടെ ഭാഗമാകുന്നു എന്നത് വലിയ നേട്ടമാണ്. എന്താണ് ശാരിക ആ ഒരു സന്തോഷമൊക്കെ പങ്കുവെച്ചത്? ശാരികയ്ക്ക് കൂട്ടായി നിന്നവരൊക്കെ എന്തു പറയും? ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷം തന്നെയാണിത്. സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് സിവിൽ സർവീസ് നേടിയ ആദ്യ മലയാളി, അതാണ് AK ശാരിക എന്ന് പറയുന്നത്. ശാരികയെ സംബന്ധിച്ചിടത്തോളം ശാരികയുടെ ഇടത് കൈയുടെ 3 വിരൽ മാത്രമേ ശാരികയ്ക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു സ്വപ്ന നേട്ടം ശാരിക സ്വന്തമാക്കുന്നതും. ഏറെ നാളത്തെ പരിശീലനത്തിനൊടുവിൽ എക്സാം എഴുതി വലിയൊരു സന്തോഷം. ആ ഒരു റാങ്ക് വന്നപ്പോൾ നമ്മൾ അന്ന് വാർത്ത ചെയ്തിരുന്നു. ജോബിൻ എസ് കൊട്ടാരം എന്ന് പറയുന്ന IAS സ്ഥാപനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ചിത്രശലഭം എന്നൊരു പദ്ധതിയാണ് ശാരികയ്ക്ക് അന്ന് വലിയൊരു മുതൽക്കൂട്ടായത്. ശാരികയുടെ ലൈഫ് തന്നെ വലിയ ചേഞ്ച് ആവുന്നത് ജോബിൻ എസ് കൊട്ടാരത്തിൻ്റെ പരിശീലനത്തിലൂടെയാണ്. ഇനിയിപ്പം ഈ റെയിൽവേയുടെ കൂടെ യാത്ര തുടങ്ങുന്നു. പക്ഷേ ശാരികയുടെ വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് IASൻ്റെ റാങ്കാണ്, ഫസ്റ്റ് റാങ്ക് എന്നതാണ്. അത് കൈവിടില്ല എന്ന് ശാരിക കഴിഞ്ഞ തവണ നമ്മളോട് പറഞ്ഞിരുന്നു. ഇത്തവണ വിളിച്ച് സംസാരിച്ചപ്പോഴും ശാരിക അതെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ശാരികയ്ക്ക് വലിയൊരു അഭിനന്ദനം മാതൃഭൂമിയുടെ വകയും അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം എന്നത് ശാരികയ്ക്ക്, അതായത് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയാണ് ശാരിക. ഇനി IAS എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്നും ആശംസിക്കുന്നു.